നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞനന്തനെ കൊല്ലിച്ചതാണ് പിന്നിൽ CPMന്റെ കരങ്ങൾ തന്നെ. പിണറായിയെ ലക്ഷ്യം വെച്ച് ഒരു വലിയ ബോംബാണ് പൊട്ടിയിരിക്കുന്നത്. കൊലപാതക രഹസ്യങ്ങൾ ചോർന്നേക്കുമെന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലിക്കും. കൊല്ലിച്ചവരെ കൊന്നാൽ സേഫാണെന്ന തിയറിയാണ് പയറ്റുന്നത്. TP കൊലപാതകത്തിൽ CPMന് ഹൈക്കോടതിയിൽ നിന്ന് മുട്ടൻ അടികിട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ചുവട് പിടിച്ച് പല ആരോപണങ്ങൾ ഉയരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങൾ വലിയ തിരിച്ചടിയാണ് പാർട്ടിക്ക്. പിണറായി വിജയന്റെ പ്രധാന ശത്രുക്കളിൽ ഒരാളാണ് കോളിളക്കമുണ്ടാക്കുന്ന ഈ പ്രസ്താവന പടച്ചുവിട്ടിരിക്കുന്നത്. ഇതോടെ കൂട്ടയടി തുടങ്ങിയിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതി PK കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്ന മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ പ്രസംഗം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. TP കൊലക്കേസിൽ അന്വേഷണം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്തനായിരുന്നു. കുഞ്ഞനന്തൻ ഭക്ഷ്യവിഷബാധയേറ്റാണ് മരിച്ചത്. ഗൂഢാലോചന കേസ് അട്ടിമറിക്കാനാണ് കൊല നടത്തിയതെന്ന തരത്തിലാണ് ഷാജഹാൻ പ്രസംഗിച്ചിരിക്കുന്നത്. കുഞ്ഞനന്തനെ മാത്രം നോക്കിയാൽ പോരാ. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫസലിനെ കൊന്ന 3 പേർ മൃഗീയമായി കൊല്ലപ്പെട്ടു. രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ കൊലക്കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. ഷുക്കൂർ വധക്കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. TP കൊലക്കേസിൽ അന്വേഷണം നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി കുഞ്ഞനന്തനായിരുന്നുവെന്നും KM ഷാജി സംശയം മുനവെച്ച് പറയുകയാണ്. ഷാജിയുടെ ആരോപണത്തിന് മറുപടിയുമായി കുഞ്ഞനന്തന്റെ കുടുംബം ഉടൻ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നിൽ CPMന്റെ തിടുക്കപ്പെട്ടുള്ള ഇടപെടലാണ്. അതായത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. TP കേസ് ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കുഞ്ഞനന്തനെ കൊല്ലിച്ചത് പാർട്ടിയാണെന്ന ആരോപണം വലിയ ഒച്ചപ്പാടുണ്ടാക്കും. അതുകൊണ്ട് കുഞ്ഞനന്തന്റെ കുടുംബത്തെ ഇറക്കിയത്. ഷാജിയെ തള്ളി കുഞ്ഞനന്തന്റെ മകൾ ഷബ്ന മനോഹരൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണമില്ല. UDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായ ചികിത്സ നൽകിയില്ലെന്ന ആരോപണമുണ്ട്. അതിനാലാണ് അൾസർ ഗുരുതരമായത്. പലതവണ ഉന്നയിച്ചപ്പോഴും വ്യാജമാണെന്ന് UDFും മാധ്യമങ്ങളും ഒരുപോലെ പറഞ്ഞു. LDF വന്നപ്പോഴേക്കും രോഗം പാരമ്യത്തിൽ എത്തിയിരുന്നു. UDF അച്ഛനെ കൊന്നതാണെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നില്ലേ? KM ഷാജി തിരഞ്ഞെടുപ്പ് സാഹചര്യം നോക്കി ഒന്നെറിഞ്ഞു നോക്കിയതാണെന്നും ഷബ്ന ആരോപിച്ചു. അതേസമയം ഷബ്നയുടെ ആരോപണം UDF കൺവീനർ MM ഹസൻ തള്ളിയിട്ടുണ്ട്. ചികിത്സ നിഷേധിക്കാൻ UDFന് ആശുപത്രി ഇല്ലെന്നാണ് ഹസൻ പ്രതികരിച്ചത്. VIP ചികിത്സയാണ് കുഞ്ഞനന്തന് ലഭിച്ചത്. UDF ഭരിക്കുമ്പോഴും LDF ഭരിക്കുമ്പോഴും കുഞ്ഞനന്തന് ചികിത്സ ലഭിച്ചു. ഭീഷണിപ്പെടുത്തി എല്ലാ സൗകര്യങ്ങളും പ്രതികൾ ഏർപ്പെടുത്തിയിരുന്നുവെന്നും MM ഹസൻ പറഞ്ഞു. കുഞ്ഞനന്തന്റെ മരണത്തിൽ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി ഉന്നയിച്ച ആരോപണത്തിന്റെ വസ്തുത ഷാജിക്ക് മാത്രമേ അറിയൂ എന്നും MM ഹസൻ വ്യക്തമാക്കി. TP ചന്ദ്രശേഖരനെ കുലംകുത്തിയെന്ന് 51 വെട്ടുവെട്ടി കൊന്ന ശേഷവും വിളിച്ചവർ കേരളത്തിലുണ്ട്. TPയുടെ വേദനയിൽ കരഞ്ഞു തളർന്ന KK രമയെ ആശ്വസിപ്പിക്കാൻ VS അച്യുതാനന്ദൻ നേരിട്ടെത്തിയതിലും ഉണ്ടായിരുന്നു ആ ഗൂഢാലോചനയുടെ ആഴം. അതാണ് ഹൈക്കോടതിയുടെ വിധിയിലും നിറയുന്നത്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ വെട്ടിനുറുക്കിയാൽ അത് മറ്റാരുടെയെങ്കിലും തലയിൽ വരുമെന്ന അതിബുദ്ധിയിൽ നിറഞ്ഞ ഗൂഢാലോചന. TPയെ കൊന്ന രാത്രി കണ്ണൂരിലെ ഒരു നേതാവിന്റെ മൊബൈലിൽ നിന്നും സക്സസ് എന്ന സന്ദേശം തിരുവനന്തപുരത്താണ് എത്തിയത്. ഈ സന്ദേശത്തിലേക്ക് അന്വേഷണം പോയില്ല. അതിന് പിന്നിൽ പല രാഷ്ട്രീയ അട്ടിമറികളും കേട്ടു. CBI അന്വേഷണം വേണമെന്ന രമയുടെ ആവശ്യവും ഇതുവരെ ആരും അംഗീകരിച്ചിട്ടില്ല. ഇതിന് കരുത്തു പകരുന്ന തരത്തിലാണ് KM ഷാജിയുടെ ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത്. TP ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചന പ്രതികൾ ഉണ്ടെന്നും അത് അന്വേഷിക്കുമെന്നും വിശദീകരിച്ചിരുന്നു. ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന എല്ലാവരും ഗുണ്ടകളായിരുന്നു. അവർക്ക് TPയെ അറിയുക പോലുമില്ല. അവരുമായി ഒരു പ്രശ്നവും ഒഞ്ചിയത്തെ സഖാവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ CPMൽ നിന്നും പിണങ്ങി RMP ഉണ്ടാക്കിയ ഒഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈര്യം തന്നെയായിരുന്നു ആ കൊലയിൽ അവസാനിച്ചത്. അത് ഹൈക്കോടതി അംഗീകരിക്കുന്നതിന് തെളിവാണ് KK കൃഷ്ണന്റെയും ജ്യോതി ബാബുവിന്റെയും ശിക്ഷയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി ഗൂഢാലോചന നടന്നു. സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേഗം രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യമേൽപ്പിച്ചത്. ഇതിന് പിന്നിൽ കുഞ്ഞനന്തന്റെ ബുദ്ധിയായിരുന്നു. എല്ലാം ഏകോപിപ്പിക്കാൻ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മറ്റു ചില നേതാക്കളും ഉണ്ടായിരുന്നു.
അന്ന് രാത്രി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയക്കാർക്കിടയിലെ സംസാരം. ഈ കൺട്രോൾ റൂമിലെ പ്രധാനിയെ തേടിയെത്തിയതാണ് അന്ന് രാത്രി സക്സസ് എന്ന മെസ്സേജ് മൊബൈലിൽ എത്തിയതെന്നാണ് കഥ. ഓപ്പറേഷൻ സക്സസ് ആയതിന് തെളിവാണ് ഈ സന്ദേശം എന്ന വിലയിരുത്തലാണ് ഈ ആരോപണം ഉണ്ടാക്കിയത്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ TP വലിയ ഒരു പ്രതിസന്ധിയായി CPMന് മുന്നിൽ അവതരിച്ചിരിക്കുകയാണ്. ജീവിച്ചിരുന്ന TP അല്ല, മരിച്ച TP ആണ് ഇപ്പോൾ CPMന്റെ അടിവേര് തോണ്ടാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.